ഹായ് അസ്സലാമലൈക്കും. ചോറ്, ചപ്പാത്തി, ദോശ എന്തിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ ഒരു ഡിഷ് ഒരിക്കലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ തോന്നുന്ന അത്രയും ടേസ്റ്റ് ഉള്ളതാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഈ ഒരു ഡിഷ് എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി പഴുത്ത തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചൊരു 10-12 അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഒരു കട്ടിയുള്ളൊരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. തക്കാളി നമ്മൾ കുറച്ച് ഞാൻ ചുട്ടെടുക്കാനുള്ള സൗകര്യത്തിനായിട്ട് ചെറിയ സ്ലൈസസ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. ഒരു സൈഡ് നന്നായിട്ട് റെഡിയായി വരുന്ന വരെ ഒന്ന് അടച്ച് വെക്കുക. ഇതപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാം ഒന്ന് കുക്ക് കൊടുക്കുക. അതായത് കണ്ടോ, മേലത്തെ ഈ ഒരു തൊലി നമുക്കിങ്ങനെ ഒന്ന് റിമൂവായി വരുന്ന ആ ഒരു സമയം നോക്കിയിട്ട് എല്ലാം ഒന്ന് കുക്ക് കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ചിട്ടൊന്നും കൂടെ മറ്റേ സൈഡും കൂടെ റെഡിയാവുന്ന വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മുരിച്ചെടുക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് മുരിച്ചെടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ വേറൊരു ടേസ്റ്റായി മാറും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തന്നെ മുരിച്ചെടുക്കുക. നമുക്ക് വെള്ളുള്ളി ചേർക്കാം. അതുപോലെ തന്നെ ഈ വെള്ളുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വെള്ളുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് തന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും കറിവേപ്പിലൊക്കെ പൊട്ടി വരുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് അതിലേക്കൊരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളിയും വെള്ളുള്ളിയും നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും അത് ആ ഒരു പാനിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള തക്കാളി ചുട്ട് ഉടച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഒരു പറ ചോറുണ്ണാനെന്നൊന്നും പറയുന്നില്ല. എന്നാലും നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാനൊക്കെ ഈ ഒരു കറി തന്നെ ധാരാളം മതി. ഇനിയിപ്പോൾ ചപ്പാത്തിക്കും ദോശക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു തക്കാളി ചുട്ടെടുത്ത് ഉടച്ചത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളെ ഫീഡ്ബാക്കും അറിയിക്കണേ.